ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ത് കറി വെക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ച്, തക്കാളി അരിഞ്ഞു വെച്ച്, പച്ചമുളക് അരിഞ്ഞു വെച്ച് കേട്ടോ. എന്നിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ പൊരിച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളികളും ഇട്ട് വഴറ്റി എടുക്കാൻ കേട്ടോ. ഒത്തിരി വഴറ്റി പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ചക്കലം മുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചോറിൻ്റെ അളവനുസരിച്ചാണ് അതെല്ലാം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർ കഴിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 2 മുട്ടയാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചപ്പോൾ അതിനകത്തേക്ക് ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തായിരുന്നു, അതുകൊണ്ട് തന്നെ ഉപ്പ് പ്രത്യേകം ചേർത്തില്ല. പിന്നെ കുരുമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്നു. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ, കാരണം മക്കൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ അത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അവിടെ കഴിക്കാൻ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ മുട്ടയൊക്കെ ചിക്കിട്ട് കഴിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ 2 പേരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ, കഴിക്കാനാട്ടെ. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അഭിമോള് വന്നിട്ട് ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് പറഞ്ഞു സൂപ്പറാണ്, ഒക്കെ നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഇനി സ്കൂളിൽ ലഞ്ച് ബോക്സിന് ഇതുപോലെ ഉണ്ടാക്കി തന്നു വിടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കഴിക്കാനിരിക്കാൻ കേട്ടോ. അപ്പോൾ അപ്പൂസും ഇടയ്ക്ക് കയ്യൊക്കെ ഇട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ പനിയായിട്ട് കഞ്ഞിയാണ് എടുത്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവനും കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പം അവനും എടുത്ത് കഴിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമായി. അപ്പോൾ പിന്നെ കഞ്ഞി വേണ്ടാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ചോറാണ് കഴിക്കാനുള്ള താല്പര്യം കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലൊക്കെ കഴിച്ചിട്ടില്ലാത്തവർ ഇതുവരെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ചോറ്. അപ്പോൾ ചോറും ചെല്ലും, കറികളും വേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്ത് കുറച്ച് പണികൾക്ക് ഇറങ്ങിയാണ് കേട്ടോ. അതായത് കറിവേപ്പില, മുളക്, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ബാക്കിൽ വെച്ചിരുന്നത്. മഴ കാരണം അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാത്ത കാരണം ഒക്കെ ഒരുമാതിരിയായി കേട്ടോ. അപ്പോൾ എൻ്റെ ചുമക്കൂർക്ക നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് ചുമക്കൂർക്കയാണ്. അങ്ങനെ എല്ലാം ഞാൻ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചോ, എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കത്തുമില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഒരു സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ അപ്പോൾ നല്ല വെയിൽ വന്നപ്പോൾ അങ്ങോട്ടേക്ക് വെച്ചിട്ട് അതിനൊന്ന് സെറ്റപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇത് പനിക്കൂർക്കയാണെങ്കിൽ ഒരു മൂട് അതിനകത്ത് നിൽക്കണത്, ബാക്കിയെല്ലാം വള്ളിമാതിരി പടർന്നു പോയിക്കാണ് കേട്ടോ. പിന്നെ ഞാനത് അതിൻ്റെ കമ്പൊക്കെ ഒടിച്ചൊടിച്ച് നട്ട് വീണ്ടും തന്നെ കുഴിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഇത് കേശവർദ്ധനയാണ്. നേരത്തെ എൻ്റെ അടുത്തും വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടയാണ് കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് പോയപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പം വീണ്ടും ഞാൻ ഒരു തണ്ട് കൊണ്ട് നട്ടു വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് വീട്ടിൽ നിന്നപ്പം എനിക്ക് അതിൻ്റെ വില അറിയില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെ ഞാൻ കണ്ടു, അത് കാശ് കൊടുത്ത് വാങ്ങണതും വിൽക്കണതും ഒക്കെ. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇത്തവണ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം കൊണ്ട് നട്ടയാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് പൂ ഉണ്ടാവുന്നതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളക്കാന്തേര നട്ടു വെച്ചിരുന്നു ഞാൻ ചെടിച്ചട്ടില്ലേ. പിന്നെ 2 പുറത്തു നിന്നത് ഞാൻ തറ കൊണ്ട് നട്ടു. തറ നട്ടാണെങ്കിൽ ഒക്കെ മുരടിച്ച് പോയി കേട്ടോ. പക്ഷെ അവിടെ പിടിച്ച് നിൽപ്പുണ്ട്, പക്ഷേ നല്ല മുരടിപ്പാണ് കേട്ടോ. പിന്നെ ഇത് ചട്ടി നിന്നതാണെങ്കിൽ ഞാൻ ഇത്രയും ദിവസം ഞാൻ കണ്ടില്ല കേട്ടോ. അത് മുട്ടൊക്കെ വന്ന് നിൽക്കണത്, മൊട്ടും പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് നട്ടിട്ട് അധികം നാളായില്ല. അപ്പോൾ അതൊക്കെ പിടിച്ച് വന്നിട്ട് പുറകിൽ ആയിരുന്ന കാരണം ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയി. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ കാണാൻ നിറയെ മൊട്ടും പൂവൊക്കെ ഉണ്ട് കേട്ടോ. അന്നപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് പുറകിൽ നിന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് എടുത്ത് ഫ്രണ്ടിൽ ഇത്തിരി വേല കിട്ടുന്ന സൈഡിൽ നമ്മുടെ കണ്ണ് എത്തുന്ന രീതിയിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇച്ചിരൂടെയൊക്കെ അതിന് വളങ്ങൾ മീൻസ് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മൂട്ടിൽ കെട്ടുകൊടുത്ത് മണ്ണൊക്കെ ഇട്ടുകൊടുത്തൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ഞാൻ ചെടിച്ചട്ടിയുടെ മൂട്ടിലൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയാണ് വെള്ളം കാണുന്നത്. പിന്നെ എൻ്റെ കറിവേപ്പിലയ്ക്കാണെങ്കിൽ ഒരു പരുവായിട്ടോ. അതൊക്കെ ആരൊക്കെയോ ഒടിച്ച് കളഞ്ഞ്, നല്ല ഇലയായിട്ട് നിന്നെയാണ്, അതൊക്കെ ആരൊക്കെയോ ഒടിച്ച് കളഞ്ഞ് ഈ പരുവായിട്ടോ. പിന്നെ എൻ്റെ മൂട്ടിലാണെങ്കിൽ വേറൊരു കറിവേപ്പിൻ്റെ തൈ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടൊരു ചെമ്പരത്തിനുണ്ട്, അതിനകത്തൊക്കെ അതൊക്കെ പിടിച്ച് കിട്ടിയേട്ടോ. വീട്ടിൽ ഇതുപോലെ ഓരോ ചുമക്കൂർക്കയും പനിക്കൂർക്കയും ആടലോടൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും പനിയും ചുമയും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവി പിടിക്കാനും വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ അത്യാവശ്യം വേണ്ടതല്ല ഞാൻ വീട്ടിൽ
നട്ട് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം പുറത്തൊക്കെ വെച്ചപ്പോൾ നല്ലൊരു മഴ പെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. പിന്നെ ഇതൊരു വൈകിട്ടേക്ക് ആയപ്പോഴേക്കും ഇതേ ഞങ്ങൾ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് അപ്പൂസ് ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിക്കാനുണ്ടോ. അത് കഴിഞ്ഞ ബാക്കി പാടുന്ന അങ്ങനത്തെ ഞങ്ങൾ ഓരോ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.